Hello everyone, welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ അവിടെ ഒരുപാട് തെറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ പുരുഷന്മാർ അവിടെ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നത് മൂലം ആ ഒരു റിലേഷൻ അവിടെ ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പുരുഷന്മാർ എന്ത് തെറ്റുകളാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ചെയ്യുന്നത്, അതുമൂലം എങ്ങനെയാണ് ആ ഒരു റിലേഷൻഷിപ്പ് ഒരു ബ്രേക്കപ്പ് എന്നുള്ളൊരവസ്ഥയിലോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിലായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒട്ടും ലേറ്റ് ആക്കണേ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത്, നിങ്ങളുടെ ലൈഫിലുള്ള ഒരു സ്ത്രീയെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഇഗ്നോർ ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ ഫോളോ ചെയ്യാനായിരിക്കും ഇഷ്ടം, അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഒന്നും കൂടി ശ്രദ്ധ കൂടുതൽ കൊടുക്കാനായിരിക്കും ഇഷ്ടം. അപ്പോൾ നിങ്ങളുടെ ഒരു കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങളൊരു പാർട്ട്ണർ ഒരു കാര്യം അല്ലെങ്കിൽ അവരുടെ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാനായിട്ട് നിങ്ങൾക്ക് ടൈം കിട്ടില്ല. ഇങ്ങനെ ഫുള്ളായിട്ട് നിങ്ങൾ അവരെ ഇഗ്നോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും അതൊരു നെഗറ്റീവ് ഫീലിംഗ് ആയിട്ട് മാറും. ചിലപ്പോൾ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങളൊരു പാർട്ട്ണർ നല്ല സത്യസന്ധമായിട്ടായിരിക്കാം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടാവുക, അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ കാര്യത്തിലും അവരിടപെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. അത്യാവശ്യം നല്ല രീതിയിലുള്ള റിലേഷൻ ആയിരിക്കും. മറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യമാണ് ഏറ്റവും വലുത്, നിങ്ങൾക്ക് നിങ്ങളുടെ പാഷനാണ്, അതേപോലെ തന്നെ നിങ്ങളുടെ ജോബാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞിട്ട് അവരുടെ അവോയ്ഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻ തീർച്ചയായിട്ടും ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. സെക്കൻഡ് പോയിന്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്, ചില ആളുകളുണ്ടാവും, നമുക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും. അവർ ചില ടൈമിൽ പറയും നമുക്ക് ഫ്രണ്ട്സ് ആവാം, ചില ടൈമിൽ പറയും നമുക്ക് റിലേഷനിൽ ഏർപ്പെടാം, നമുക്ക് മാരേജ് ചെയ്യാം. ഇങ്ങനെ അവരുടെ അഭിപ്രായങ്ങൾ അവരിങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ മിക്ക റിലേഷനും അതൊരു ബ്രേക്ക് ആയിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതും ബോയ്സ് ചെയ്യുന്ന ഒരു മെയിൻ മിസ്റ്റേക്കാണ്. തേർഡ് പോയിന്റ് ആയിട്ട് പറയാനുള്ളത്, ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഒരു പാർട്ട്ണർ ഒരു ബോയ് അവർ നേടിയ അച്ചീവ്മെന്റ്സും അതുപോലെ തന്നെ അവർ ലൈഫിൽ സ്വന്തമാക്കിയ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിരന്തരം അതിനെക്കുറിച്ച് മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഒരു ഭാഷയെ പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പൊങ്ങച്ചം പോലെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നിരന്തരം ചെയ്യുമ്പോൾ ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് അത് വളരെ രീതിയിലുള്ള അവരെ താഴ്ത്തി കെട്ടുന്ന പോലത്തുള്ള ഒരു ഫീലിംഗ് അവിടെ അനുഭവപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നിങ്ങൾ മാത്രം ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്തു, ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ നേടിയെടുത്തു, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഒന്നുമല്ല എന്നുള്ളൊരു രീതിയിൽ അവർക്ക് തോന്നാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യവും ബോയ്സ് ചെയ്യുന്ന ഒരു മെയിൻ മിസ്റ്റേക്കാണ്. ഫോർത്ത് പോയിന്റ് ആയിട്ട് വരുന്നത്, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് അത് നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു പാർട്ട്ണറോട് കൂടി നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. മറിച്ച് നിങ്ങളുടെ ചോയ്സാണ്, അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫാണെന്നും പറഞ്ഞ് നിങ്ങളുടെ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് അവരോടൊന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ അല്ലെങ്കിൽ അവരോടൊരു അഭിപ്രായം പോലും അതിന് ചോദിക്കാൻ നിങ്ങൾ തയ്യാറാവാതെ നിന്നാൽ അതും അവർക്കൊരു നെഗറ്റീവ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല ഇത് നിങ്ങളുടെ റിലേഷനെ കംപ്ലീറ്റ് ആയിട്ട് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ആയിട്ട് ഒരു ബോയ്സ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് പോയിന്റ് ആയിട്ട് വരുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. എന്തെന്ന് വെച്ചാൽ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഫോർ എക്സാമ്പിൾ എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു വ്യക്തി ആ വ്യക്തിയുടെ മനസ്സിലൊരു കാര്യമാണ്, പക്ഷെ ആ ഒരു വ്യക്തി ആ ഒരു കാര്യം പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തി വേറൊരു രീതിയിലാണ് അത് മനസ്സിലാക്കി എന്നുണ്ടെങ്കിൽ തന്നെ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ അവർക്ക് ചെയ്യാൻ അറിയാത്തതിൻ്റെ ഒരു പ്രോബ്ലം ആയിട്ട് വരും. മിക്കൊരു റിലേഷനും ഈ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന പേരിൽ ബ്രേക്കായി പോയിട്ടുണ്ട്. അപ്പോൾ റിലേഷൻ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യകത നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതും ബോയ്സ് ചെയ്യുന്ന ഒരു മെയിൻ മിസ്റ്റേക്കാണ്. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ താങ്ക് യു.